ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the Lord's name be glorified. പ്രിയമുള്ളവരെ, ഈ 2021 അവസാനത്തെ ദിവസം നമുക്ക് ഈ സന്ധ്യയില് ഇങ്ങനെ ഒന്നിച്ചായിരിക്കാൻ ദൈവം ഒരു അവസരം തന്നല്ലോ. Let us thank the Lord for the Lord has given us in the last day of this year to be like this. നാം ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ക്രിസ്മസും പുതുവർഷവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ പങ്കുവെക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. When we are like this together in His presence, I think that it is good to think in line of Christmas and the New Year Eve for our thought today. കഴിഞ്ഞ ആഴ്ചയൊക്കെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളായിരുന്നു ഈ വലിയ മഹാമാരിയുടെ സമയത്തും കേരളത്തിലെ പലയിടത്തും നടന്നത്. Even in this time of big pandemic all around, the celebration of Christmas was seen all in Kerala. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഒരു മഹാസന്തോഷം സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നുള്ള നിലയിലാണ് ചിന്തിക്കുന്നത്. When we speak about Christmas, it is referred to as a big moment of joy to all the people. ആട്ടിടയന്മാർക്ക് ദൂതൻ പ്രത്യക്ഷനായപ്പോൾ പറഞ്ഞത് സർവ്വജനത്തിന് ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ്. When the angels appeared to the shepherds, they told like this, we are telling you a good news that is meant for the whole world. അതിനു മുമ്പ് മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷനായപ്പോഴും വളരെ സന്തോഷകരമായി നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നായിരുന്നു അവന്റെ അഭിവാദ്യ വാക്യങ്ങൾ. And when the angel appeared to Mary also, the greeting words was, you have found favor in God's eyes. അതിനു മുമ്പ് കർത്താവിന്റെ വരവിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതിന് യോഹന്നാൻ സ്നാപകന്റെ പിതാവ് സെക്കരിയാവിന് ദൂതൻ പ്രത്യക്ഷനായപ്പോഴും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് വളരെ പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ദൂതൻ സംസാരിച്ചു തുടങ്ങുന്നത്. And even when the angel appeared to Zechariah, the father of John the Baptist, he also spoke on a very positive message to Zechariah. നമുക്ക് നമ്മളെ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മഹാസന്തോഷം, കൃപ ലഭിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, അങ്ങനെ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മൂന്ന് കൂട്ടരോട് ദൂതൻ വരാൻ പോകുന്ന ആ സന്തോഷത്തെ കുറിച്ച് അറിയിക്കുന്നത്. When we think about Christmas, to the three groups, three positive things were mentioned. To the shepherds, a good news. To Mary, you have found favor. And to Zechariah, your prayer has been answered. You have an answer to your prayer. Everything is on a positive note. പ്രിയപ്പെട്ടവരെ, നാം മൂന്നിടത്തും ശ്രദ്ധിച്ചോ, അതിന് തൊട്ട് മുമ്പ് ഒരു കൊച്ചു പ്രയോഗം ദൂതൻ മൂന്ന് കൂട്ടരോടും പറയുന്നുണ്ട്. But if have you noticed that there is a small phrase that the angel is using to all these three people? ഭയപ്പെടേണ്ട എന്ന വാക്കാണത്. Do not fear. This is what the angels told first. നമ്മളും പുതിയൊരു സന്തോഷത്തിന്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളെ കുറിച്ച് നമുക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ തന്നെ എന്തോ അകാരണമായ ഒരു ഭയം. അതുകൊണ്ട് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ടാണ് സന്തോഷത്തെ കുറിച്ച് ദൂതൻ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ നമ്മുടെ സാഹചര്യവുമായിട്ട് ചേർത്ത് ചിന്തിക്കാം. To all the three people, do not be afraid was mentioned first. When we are standing at this junction of entering into a new year, we don't know what lies ahead of us. And in that line itself, we can also think, do not be afraid. ലൂക്കോസ് 2:10 ദൂതൻ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനായി സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. Luke chapter 2:10, we see the verse where the angel is addressing the shepherds. ദൂതൻ ആട്ടിടയന്മാരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു.
Do not be afraid, for behold, I bring you good news of great joy, which will be for all the people. ലൂക്കോസ് 1:30 ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനാകുന്നത്. In Luke chapter 1 verse 30, the angel is appearing to Mary. ദൂതൻ പറയുന്നു, ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. The angel is speaking to Mary. Do not be afraid, Mary, for you have found favor with God. ലൂക്കോസ് 1:12 ആ പേജിൽ തന്നെ നോക്കുക. അവിടെ 12:13 സെക്കരിയാവിന് ദൂതൻ പ്രത്യക്ഷനായി പറയുന്നു, സെക്കരിയാവേ ഭയപ്പെടണ്ട, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. And in the same chapter, verse 13, the angel is appearing to Zacharias and telling, do not be afraid, Zacharias, for your petition has been heard. പ്രിയപ്പെട്ടവരെ, വരാൻ പോകുന്ന ഒരു ദിവസങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു വർഷത്തിന്റെ അനിശ്ചിതത്വം നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ ഒരു ഭയത്തിന്റെ ഒരു കാൽപെരുമാറ്റം നമുക്ക് കേൾക്കാനുണ്ടോ എങ്കിൽ ദൈവം നമ്മോട് പറയുന്നു, തുടക്കത്തിൽ പറയുന്നു, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. Dear ones, as you are entering this new year and you are having a rumor that it might not turn out good or there is something uncertain, God is telling us again and again, do not be afraid, do not be afraid, do not be afraid. പ്രത്യേകിച്ചും മഹാമാരിയിൽ ആ നിലയില് നമ്മുടെ സാധാരണ ജീവിതത്തെ തളച്ചിട്ട ഒരു വർഷമായിരുന്നു 2021. Especially 2021 was like a year which has really weighed us down because of the pandemic. അത് കഴിഞ്ഞ് 2022 പ്രവേശിക്കുമ്പോ ഈ മഹാമാരിയുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു, കാര്യങ്ങള് ഒരു നല്ല നിലയിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രതീക്ഷകളാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുള്ളത്. And when we come into this new year, naturally we will have a thought that, okay, the ill effects of the pandemic has come down and something good is going to begin. This might be the thought that is coming to us. അപ്പോൾ തന്നെ ഈ 2021 ഇന്നലെയും മിനിയാന്നും ഒക്കെ ആയിട്ട് ഒമിക്രോൺ അത് കൂടുതൽ പരക്കുന്നു, അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയുടെ തലവൻ പറയുന്നു ഒരു കൊറോണ സുനാമി വരാൻ പോകുന്നു, ഇതേവരെ ഇല്ലാത്ത നിലയിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തോ വരാൻ പോകുന്ന വർഷവും എന്തായി തീരും എന്നുള്ള ആശങ്ക മനുഷ്യഹൃദയങ്ങളിൽ സ്വാഭാവികമായിട്ട് വരാം. And yesterday and today also we hear of Omicron, and the chief of WHO is telling that a tsunami of corona is going to come. So very uncertainty and a fear can come into our lives. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ 2021 പൂർത്തിയായി 2022 കാലുവെക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ ദൈവത്തിലുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ കർത്താവിന് ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല, അവിടുത്തേക്ക് ഒരു കാര്യവും അത്ഭുതമല്ല എന്നുള്ള വലിയ ധൈര്യം നമുക്കുണ്ടായിരിക്കണം. But for us, we must have this boldness that to our God nothing remains unknown, and we should have our confidence in that Lord as we step into the new year. ഈ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഭയം എന്ന വാക്ക് ബൈബിളിൽ ആദ്യം വരുന്നത് ഇവിടെയാണ്. I was thinking like this, the word fear, where is it first used? അതായത് പാപം ലോകത്തിൽ കടന്നതിനെ തുടർന്നാണ് ആദ്യമായിട്ട് ഭയം എന്നൊരു വാക്ക് നമ്മൾ ബൈബിളിൽ കാണുന്നു. We see the phrase fear coming in the context when sin first entered into this world. ഉൽപ്പത്തി പുസ്തകം 3:10 നമ്മൾ ആ വാക്ക് കാണുന്നത്. We read in Genesis chapter 3 verse 10. അവിടെ ആദം പറയുന്നു, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട്
ഭയപ്പെട്ട് ഒളിച്ചു എന്നാണ് അവൻ പറയുന്നത്. Adam is telling like this, I heard the sound of you in the garden, and I was afraid because I was naked, so I hid myself. അപ്പൊ കണ്ടോ, ഭയം ലോകത്തിൽ പ്രവേശിച്ചതിന്റെ ഒരു പരിണത ഫലമാണ്, ക്ഷമിക്കണം, പാപം ലോകത്തിൽ പ്രവേശിച്ചതിന്റെ ഒരു പരിണത ഫലമാണ് ഭയം എന്ന് പറയുന്നത്. So fear is the result of sin entering into this world. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത്, ആ നിലയിലെ പാപത്താൽ ഭരിക്കപ്പെടുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളും പലപ്പോഴും ആ ഭയത്തിന്റെ കാലടി ഒച്ച നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. So we who are living in this world which is influenced by sin, we can also hear the footsteps of fear coming near us. എന്നാൽ ഈ ലോകത്തെ ഭരിക്കുന്ന അല്ലെങ്കിൽ ലോകമനുഷ്യരെ ആശങ്കപ്പെടുത്തുന്ന ഭയത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറാനായിട്ട് കഴിയും? But this fear which is ruling all the people of this world, how can we come out of it? പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വാക്യം കാണുന്നുണ്ട്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവത്തിലുള്ളതെല്ലാം പോസിറ്റീവായ കാര്യമാണ്, അവരുടെ വെളിച്ചമാണ്. ഈ വെളിച്ചമായ ദൈവത്തോട് നമ്മൾ അടുത്തിരിക്കുമ്പോൾ, പോസിറ്റീവായ ദൈവത്തോട് നമ്മൾ എത്രയും അടുത്തിരിക്കുമ്പോൾ നിഷേധാത്മകമായ ആ ഭയം നമ്മളെ വിട്ട് മാറിപ്പോകും. Everything about God is positive, and when we come near to God, this fear itself will go away. നമ്മള് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. We know about David, who is known as the man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് തന്റെ ഏറ്റവും പ്രശസ്തമായ 23 സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനഃപ്പാഠമാണ്. Even the small children know from Psalms 23 how David is telling. ഊരിലും താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. Even though I walk through the valley of the shadow of death, I fear no evil. നമുക്ക് ദാവീദിന്റെ യാത്ര കൂരുകൾ നിറഞ്ഞ ഒരു താഴ്വരയിലൂടെയാണ്. അതാണ് യാഥാർത്ഥ്യം. The reality is that David is actually traveling through a very deep valley of shadow of death. പക്ഷേ അവിടെ നടക്കുമ്പോഴും ദാവീദ് പറയുന്നു, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. But even when he is walking through such a valley, he is telling, I will not fear any evil. അതെന്തുകൊണ്ടാണ്? ചുറ്റുപാടുമുള്ള ആ ഭയമൊന്നും തീണ്ടാത്ത ഒരു സൂപ്പർമാനോ മറ്റോ ആണോ ദാവീദ്? Is it because David is like a superman, that he is not influenced by the fear that is all surrounding him? അതിന്റെ മറുപടി ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. കഴിയുന്നിടത്തോളം ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് ചിന്തിക്കുന്നവനാണ് ദാവീദ്. അതുകൊണ്ട് ദാവീദിന് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ ഭയപ്പെടുകയില്ല. ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിന്റെ തുടക്കമൊക്കെ വായിക്കുമ്പോൾ ഞാന് ദാവീദ് ഭയത്തെ ഒരു ഗുസ്തി മത്സരത്തിന് വെല്ലുവിളിക്കുന്നത് പോലെ തോന്നാറുണ്ട് എനിക്ക് ആ സങ്കീർത്തനം വായിക്കുമ്പോൾ. There is another psalm of David which, when I read at the introductory verses, I get this picture in my mind that David is challenging like a fighter to fear. നമുക്ക് ആ ഒരു ബാലനായിരുന്ന ദാവീദ് ആ ഫിലിസ്ത്യ ഗോലിയാത്തിനെ വെല്ലുവിളിക്കുന്നത് പോലെ, അവന്റെ മുമ്പിലേക്ക് സധൈര്യം ചെല്ലുന്നത് പോലെ ഭയത്തിന്റെയും മരണത്തിന്റെയും
ശത്രുക്കളുടെ ദുഷ്കർമ്മങ്ങളുടെയും ഒക്കെ മുമ്പിലേക്ക് ഒരു വെല്ലുവിളിയോടെ ചെല്ലുന്ന ഒരു സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം. Just like the young David who went in the confidence of the Lord towards Goliath, in the same manner he is speaking to fear and to death and to all the dangers in the Psalms 27. 27-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം കണ്ടോ? യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? Psalms 27 verse 1, the Lord is my light and my salvation, whom shall I fear? അവിടെ നിർത്തുന്നില്ല. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? വെല്ലുവിളിയാണ്. He is again challenging and telling, the Lord is the defense of my life, whom shall I dread? അതിന്റെ 3-ാമത്തെ വാക്യം കണ്ടോ? ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. Verse 3, though a host encamp against me, my heart will not fear. Though war arise against me, in spite of this, I shall still be confident. ഇവിടെ നോക്കുക, ദാവീദ് എന്നെ ആര് ഭയപ്പെടുത്തും, എന്നെ ആര് പേടിപ്പിക്കും എന്നൊക്കെ വെല്ലുവിളിച്ച് സംസാരിക്കുകയാണ്. Look over here how David is challenging and telling, who can create fear in me? Whom shall I fear? In this way he is challenging. 3-ാമത്തെ വാക്യത്തിൽ എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, ഞാൻ നിർഭയമായിരിക്കും എന്നൊക്കെ വളരെ തറപ്പിച്ച് വളരെ ശക്തിയോടെ പറയുകയാണ്. Very strongly David is asserting in verse 3, my heart will not fear. In spite of this, I will be confident. പ്രിയപ്പെട്ടവരെ, അതൊക്കെ പറയുമ്പോ അവിടെയുള്ള യാഥാർത്ഥ്യം, അവന്റെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്താണ്? When he is telling all these verses, what is the reality in which David is standing? അവിടെ നമ്മൾ കാണുന്നത് ഒരു സൈന്യം അവന്റെ നേരെ പാളയം ഇറങ്ങിയിരിക്കുന്നു, അവനെ യുദ്ധം നേരിട്ടിരിക്കുന്നു എന്നാണ് 3-ാം വാക്യം പറയുന്നത്. In verse 3, he is describing there is a host that has encamped against me and there is a war that is coming against me. വേദപണ്ഡിതന്മാര് പറയുന്നത് തന്റെ മകനായ അബ്ശാലോം ഒരു യുദ്ധത്തിനായിട്ട് വന്ന് തന്നെ സിംഹാസനഭ്രഷ്ടനാക്കാനായിട്ട് വരുന്ന ആ രംഗത്ത് രചിച്ച സങ്കീർത്തനങ്ങളിൽ ഒന്നായിരിക്കാം ഇത് എന്നാണ് വേദപണ്ഡിതന്മാര് പറയുന്നത്. The Bible scholars have presumed, they tell that this psalm was written by David at a time when his son Absalom was coming against him. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽപ്പരം ദുഃഖകരമായ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു രംഗം ഏതെങ്കിലും ഒരു പിതാവിന്റെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാനുണ്ടോ? If it is so, is there any other circumstance that a father who has to see this situation come into his life, is there anything worse than that to come? തന്റെ രക്തത്തിൽ പിറന്ന സ്വന്തം മകൻ തന്റെ ജീവനെ വേട്ടയാടാൻ വേണ്ടി സൈന്യങ്ങളുമായിട്ട് വരികയും പാളയമിറങ്ങുകയും തനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ദാവീദ് ദൈവത്തിൽ ബലപ്പെട്ട് പറയുന്നു, ഞാൻ നിർഭയമായിരിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. The reality is that his own blood son has come against him, has encamped against him, has come for war. Even in the midst of this, David is taking shelter in the Lord and is telling, I will not fear. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചും ഈ നിലയില് ഒന്നും അല്ലെങ്കിലും പല വിധത്തിലുള്ള ആശങ്കകളും പേടികളും ജോലി നഷ്ടങ്ങളും പല പരിഭ്രാന്തികളും ഒക്കെ കടന്നു വരുമ്പോൾ ഒരു പഴയ നിയമഭക്തനായ ദാവീദിന് ഇത്രത്തോളം ധൈര്യത്തോടെ നിൽക്കാമെങ്കിൽ പുതിയ നിയമവിശ്വാസികളായ നമുക്ക് നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പറയാം, ഞാൻ പേടിക്കയില്ല, എന്നെ ആര് ഭയപ്പെടുത്തും, ഏത് സാഹചര്യം എന്റെ ധൈര്യം കെടുത്തിക്കളയും, ഇല്ല, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ നിർഭയമായിരിക്കും എന്ന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുക. Even though we are not facing the same circumstances like David, we who are living in the New Testament
can also, like David who lived in the Old Testament, take shelter in the Lord Jesus and tell, what can create fear in me? I will not be afraid. And let us really put our stronghold like that in the Lord. ആ സങ്കീർത്തനത്തിലുടനീളം ഇതിനെക്കുറിച്ചൊക്കെയുള്ള പല പല നേരിയ പരാമർശങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. In this psalm, you can see many verses where David is quoting his confidence. 27-ാമത്തെ വാക്യത്തിന്റെ തുടക്കം കണ്ടോ? അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. Verse 5, for in the day of trouble he will conceal me in his tabernacle. In the secret place of his tent he will hide me. തിരുനിവാസത്തിന്റെ മറവ് എന്ന് പറയുമ്പോ അതിവിശുദ്ധ സ്ഥലമാണ്. ആ അതിവിശുദ്ധ സ്ഥലത്ത് അവിടുന്ന് എന്നെ മറയ്ക്കും എന്നാണ് ദാവീദ് പറയുന്നത്. When we tell the secret place of his tent, it is referring to the most holy place, and David is telling that God will shelter me in that most holy place. നോക്കുക പ്രിയപ്പെട്ടവരെ, അനർത്ഥ ദിവസങ്ങളുണ്ട്, അതുപോലെ നമുക്കെതിരെ ശത്രുക്കൾ വരുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ നമ്മളെ തക്ക സമയത്ത് ഒളിപ്പിക്കുകയും മറയ്ക്കുകയും ചെയ്യുന്ന ഒരു വലിയവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. There are days of trouble and there are dangers, but there is also a God who will cover us and protect us. മാത്രമോ സാധാരണ ഒരാൾക്കും ആ നിലയിലെ മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കൽ ഭയത്തോടെ കടന്നു വരുന്ന ആ അതിവിശുദ്ധ സ്ഥലത്ത് പോലും അവിടുന്ന് എന്നെ മറച്ചു വെക്കുന്ന, ആ നിലയിൽ എന്നെ സുരക്ഷിതനായി കാക്കുന്ന വലിയവനായ ഒരു ദൈവമാണ് എനിക്കുള്ളത്. He is telling that I have a God who will take me into the most holy place, which is only permitted by the high priest to come once in a year. Even to that place, my God will take me and protect me. 91-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം അത് ഏത് സ്ഥലമാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. 91, Psalms 91, we have to understand what place is being described over there. കണ്ടോ, അതിന്റെ 1-ാമത്തെ വാക്യം അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. It is written over there, who dwells in the shelter of the Most High, who will abide in the shadow of the Almighty. കണ്ടോ, ഷാഡോ ഓഫ് ദ ഓൾമൈറ്റി, സർവശക്തന്റെ നിഴലിലാണ് സഹോദര സഹോദരി എന്റെയും നിന്റെയും പാർപ്പ്. അവിടെയാണ് ദൈവം നമ്മളെ അനർത്ഥ ദിവസത്തിൽ ഒളിപ്പിക്കുന്നത്. Dear brothers and sisters, do you see that we are living in the shadow of the Almighty, and that is our comfort. അവിടെ വന്ന് നമ്മെ ശല്യപ്പെടുത്താൻ ആർക്ക് കഴിയും? ഒരാൾക്കും കഴിയില്ല. അത്യുന്നതന്റെ മറവിൽ വസിക്കാം, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കാം, ധൈര്യത്തോടെ നമുക്കായിരിക്കാം. So let us really be in confidence and without fear, because who can come into the shadow of the Almighty and trouble us or disturb us? ഇവിടെ ഇതാ 27-5 തന്നെ മറയ്ക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് മാത്രമല്ല ദാവീദ് പറയുന്നത്, തന്നെ യഥാസമയം ഉയർത്തുന്ന ഒരു ദൈവത്തെ കുറിച്ചും 27-5 വാക്യത്തിൽ ദാവീദ് പറയും. Here David is not only talking of a God who protects him, but he is also speaking of a God who will lift him up in Psalms 27 verse 5. അവിടെ കണ്ടോ, പാറമേൽ എന്നെ ഉയർത്തും. He will lift me up on a rock. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും മറഞ്ഞിരിക്കേണ്ട സമയമുണ്ട്. പക്ഷെ എന്നും അങ്ങനെ മറഞ്ഞിരിക്കുമെന്ന് വിചാരിക്കേണ്ട. ദൈവം തക്ക സമയത്ത് നമ്മെ പാറമേൽ ഉയർത്തും. Dear ones, there is a time for us to be hidden in secret, but there is also a time when you have to be lifted, and he will lift you up onto a rock. ഒരു ശത്രുവിനും
നമ്മെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത പാറമേൽ നമ്മെ യഥാസമയം ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. എപ്പോഴാണത് ചെയ്യേണ്ടത് എന്ന് അവിടുത്തേക്കറിയാം. അവിടുത്തെ സമയത്തിനായിട്ട് നമുക്കത് വിട്ടുകൊടുക്കാം. Let us leave it into the hands of God to lift us up to the heights of a rock where no enemy can penetrate. വളരെ യാഥാർത്ഥ്യബോധത്തോടെ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം എന്ന് എനിക്ക് തോന്നാറുണ്ട്. Many a times I have felt that Psalms 27 has been written with all reasonableness. അതായത് ശത്രുക്കൾ പാളയമിറങ്ങുന്നു, അനർത്ഥ ദിവസം വരുന്നു, മറയ്ക്കുന്ന സമയങ്ങൾ വരുന്നു, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അല്ലാതെ അതിനെ ഒന്നും കാണാതെ എപ്പോഴും എല്ലാം വളരെ ഭംഗിയായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കീർത്തനമല്ലിത്. This is not a psalm which is telling that every time everything is good, but it is bringing forth the reality that there is a camp that is set against me, there is a trouble that is before me. In all these ways, it is speaking of the realities that we face. പച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. അതുകൊണ്ട് താൻ തന്റെ ജീവിതത്തിൽ കടന്നുപോയ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ പ്രതിധ്വനി നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും. David was a man who faced many practical realities and truths of life, and that is what we see being echoed in this Psalms. 27-10 വാക്യം കണ്ടോ, അവിടെ വളരെ വ്യത്യസ്തമായ മറ്റൊരു രംഗമാണ് പറയുന്നത്. In Psalms 27 verse 10, we again see a new circumstance that he is telling. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. For my father and my mother have forsaken me, but the Lord will take me up. ചിലപ്പോ അപ്പൻ ഉപേക്ഷിച്ചേക്കും, എന്നാലും സ്നേഹമുള്ള ഒരു അമ്മ ഒരു കുഞ്ഞിനെ ആ നിലയിൽ ഉപേക്ഷിക്കുമോ? ദാവീദ് പറയുന്നു, എന്റെ അപ്പനും മൈ ഫാദർ ആൻഡ് മൈ മദർ രണ്ടുപേരും ഹാവ് ഫോർസേക്കൻ മീ, ബട്ട് ദ ലോർഡ് വിൽ ടേക്ക് മീ അപ്പ്. കർത്താവ് എന്നെ എന്ത് ചെയ്യുകയില്ല, കൈവിടുകയില്ല, അവിടുന്ന് എന്നെ ചേർത്തുകൊള്ളും. Is it maybe the father might forsake a child, but is it possible that a mother can forsake her child? But David is telling, both my father and my mother has forsaken me, but the Lord has taken me up. ദാവീദ് ഇത് പറയുമ്പോ വെറുതെ ഒരു ഭംഗിവാക്യങ്ങൾ പറയുകയാണോ? അല്ല, ദാവീദിന്റെ ജീവിതത്തിൽ ഇത് ഒരിക്കലും സംഭവിച്ചിട്ടുണ്ട്. Do you think that David is just telling some beautiful words? No, it is not so, because it is something that he really experienced in his life. 1 ശമൂവേൽ 16 നമ്മൾ കാണുന്നുണ്ട്, ഈ ദാവീദിന്റെ വീട്ടില് അന്ന് ശമൂവേൽ പ്രവാചകൻ കടന്നു വരുന്നു. In 1 Samuel chapter 6, we see that Samuel 16, chapter 16:11. 1 Samuel 16:11. 1 Samuel chapter 16 verse 11, we see that Samuel prophet is coming into the house of David. അവിടെ വരുമ്പോ അവിടെയുള്ള വീട്ടിലുള്ള എല്ലാ മക്കളെയും വിളിച്ചു വരുത്തി ഈ വലിയൊരു ആഘോഷത്തിൽ എല്ലാവരും കൂടെ പങ്കുചേരുന്നുണ്ട്. ദാവീദിനെ മാത്രം വിളിക്കാൻ അപ്പനും മറന്നുപോയി, അമ്മയും മറന്നുപോയി. In the midst of the celebration that is happening in his house, both the father also forgot to call David and the mother also forgot to call David. അവിടെ ശമൂവേൽ ചോദിക്കുന്നു, നിന്റെ പുത്രന്മാരിൽ എല്ലാവരും ആയോ എന്ന്. ഒടുവില് ശമൂവേൽ സഹികെട്ട് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഇനി ഏറ്റവും ഇളയ ഒരുത്തനുണ്ട്, അവന് കുറെ ആടിന്റെ കൂടെ അവിടെ കണ്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നാണ് അപ്പനും അമ്മയും ശമൂവേലിനോട് പറയുന്നത്. When Samuel reached the end of his waiting, he's asking the father, is this all your sons? And then the father is telling, I think there, not I think, one more son is there. I think he is among the sheep, looking after the sheep somewhere. നോക്കുക, വീട്ടില് വളരെ ഒരു ആഘോഷം നടക്കുമ്പോ, എടാ മോനെ നീ ഇവിടെ ഇങ്ങോട്ട് വരണം എന്ന് പറയാനുള്ള ഒരു ആ നിലയിലുള്ള ഒരു അടുപ്പം പോലും
മറന്നുപോയ ഒരു രംഗത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. David is referring to a situation where in the home it is a time of celebration, and instead of having that desire, my son, you should also be part of the celebration, he is being forgotten. That instance David is highlighting. സ്വന്തം സഹോദരന്മാരാലും ദാവീദ് കൈവിടപ്പെട്ട രംഗങ്ങളുണ്ട്. There are many instances where even he is disowned by his own brothers. അതിന്റെ അടുത്ത അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നോക്കുക, ദാവീദ് അവിടെ നടക്കുന്നിടത്ത് സഹോദരങ്ങൾക്ക് ഉള്ള അപ്പവും മലരും ഒക്കെ ആയിട്ട് ചെല്ലുന്ന രംഗം. In the next chapter, in verse 28, David is carrying food for his brothers. അവിടെ 17-28 മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് ദാവീദിനോട് ചോദിക്കുന്നു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ കുറെ ആടുള്ളതിനെ നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം, പട കാണുവാനല്ലേ നീ വന്നത്? നോക്കുക, സ്വന്തം സഹോദരന്മാരാൽ പോലും മാറ്റി നിർത്തപ്പെടുന്ന അനുഭവം. See, we see over here how his own brother is also keeping him away. Eliab, his brother, is telling, why have you come down, and with whom have you left those few sheep in the wilderness? Know your insolence and the wickedness of your heart, for you have come down in order to see the battle. In this way he is accusing him. ഇതിനെല്ലാം ശേഷവും ദൈവം അവനെ ചേർത്തുകൊണ്ടതിനാൽ ദാവീദ് അനുഗ്രഹീതനായി മുന്നോട്ട് പോകുന്ന ചരിത്രമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. But even all these are happening in David's life, we see that God is blessing him and taking him forward. എന്നാൽ അങ്ങനെ വരുമ്പോഴും തുടർന്ന് വിവാഹിതനായി, സാധാരണ അപ്പനും അമ്മയും അത്ര കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും അമ്മാവിയപ്പൻ മരുമക്കളെയൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കാറുണ്ട്. ഇവിടെ ഇതാ ഒരു അമ്മായിയപ്പൻ ശൗല് മരുമകന്റെ ജീവന് വേണ്ടി പലയിടങ്ങളിൽ വേട്ടയാടുന്ന രംഗമാണ് നമ്മൾ വായിക്കുന്നത്. Later on, even though the father and mother did not give that much importance to David, at least a father-in-law should be looking forward and appreciating the son. But here we see a circumstance that Saul is running behind David to kill him at different places. എവിടെയെല്ലാം ഈ ശൗല് ദാവീദിനെ കൊല്ലാൻ വേണ്ടി കരുക്കൾ നീക്കുകയും അവന് പിന്നാലെ അലഞ്ഞു നടക്കുകയും ചെയ്തതിന്റെ രംഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. In the future passages, in the chapters ahead of us, we see how Saul went into different places and moved many steps to kill David. നമുക്ക് അങ്ങനെയുള്ള രംഗത്ത് ചിലപ്പോഴ് ഭാര്യ കൂടെ നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ദാവീദിന്റെ ഭാര്യ മീഖള് ദാവീദിനെ നിന്ദിക്കുന്നതും അവളുടെ കണ്ണിൽ ദാവീദ് പരിഹാസ്യനായതുമായ രംഗം നമുക്കറിയാം. അവൻ പെട്ടകത്തിന് മുമ്പാകെ നൃത്തം ചെയ്ത സന്ദർഭമാണ്. Even when a man is going through such difficulties, one would think at least the wife will stand by with the husband. But we know of the instance where Michal, who is his wife, is looking down and making fun of him when David is dancing before the ark of the Lord. നേരത്തെ നമ്മൾ പറഞ്ഞു, സ്വന്തം മകനായ അബ്ശാലോം അപ്പനെതിരെ കരുക്കൾ നീക്കി. Earlier we had seen how his own son Absalom moved to go against his father. ദാവീദിന്റെ കൂടെ നിന്ന അവന്റെ കൂട്ടുകാര് ഒരു രംഗത്ത് ദാവീദിനെ കല്ലെറിയാൻ തുനിഞ്ഞു എന്ന് 1 ശമൂവേൽ 30:6 നമ്മൾ വായിക്കും. In 1 Samuel chapter 30 verse 6, we even see the friends who stood beside David were raising up stones to throw at David. പ്രിയപ്പെട്ടവരെ, നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അമ്മാവിയപ്പനും അളിയനും, എന്തിന് ഭാര്യ, സ്വന്തം മക്കൾ, കൂട്ടുകാർ, ഇവരാലെല്ലാം കൈവിടപ്പെടുന്ന ഒരു രംഗം എത്ര
വേദനാജനകമായ ഒന്നാണ് എന്ന് ചിന്തിച്ചു നോക്കുക. Think for yourself for a moment how painful it would be when you are disowned by your own father, your mother, your wife, your children, your father-in-law, your friends who were supposed to stand with you. How painful it would have been. ഈ പശ്ചാത്തലത്തിലൊക്കെ നിന്നാണ് 27:10 ദാവീദ് പറയുന്നത്, എന്റെ അപ്പനും അമ്മയും എന്റെ പ്രിയപ്പെട്ടവരും എന്റെ ഭാര്യയും എന്റെ മകനും എന്റെ കൂട്ടുകാരും എല്ലാം എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, പക്ഷേ എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. It is in line with all these disownment by his father, by his mother, by his brother, by his wife, by his friends. In the midst of all this, David is telling in Psalms 27 verse 10, my Lord will take me up. കേട്ടോ, അവിടെ എങ്കിലും ബട്ട് എന്നൊരു പ്രയോഗമുണ്ട്. ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു എങ്കിലുമാണത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. In this verse, the word but is used, and I always think that phrase but has a very special meaning in the context of David's life. നോക്കുക, ഒരു വെറും ബട്ടല്ല അത്. തന്റെ പ്രിയപ്പെട്ടവർ, തന്റെ സ്വന്തക്കാർ, തന്നോട് കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവർ, ഊണിനും ഉറക്കത്തിലും തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, താൻ സഹായിച്ച ആളുകൾ, അവരൊക്കെ കൈവിട്ടെന്ന് വരാം. എന്നാൽ 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 എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. That word but is not a simple word but. When you think people who would stick to me did not stand with you, when you are being disowned, even then, but even in the midst of all this, but my God will take me up. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഈ നിലയിലുള്ള നിരാശാജനകമായ വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഇപ്പോഴും കടന്നു പോകുന്നുണ്ടോ? ഇവിടെ പറയുക, എങ്കിലും ഇതൊക്കെയാണ് യാഥാർത്ഥ്യം, എങ്കിലും എന്റെ ദൈവം എന്നെ ചേർത്തുകൊള്ളും എന്ന് വിശ്വാസത്തോടുകൂടെ പറയുക. Dear ones who are hearing me, are you currently going through a situation where you are being disowned or you are being rejected? Then let us also, along with this verse, tell, in the midst of all these realities, but my God will take me up. Let us take comfort in that. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യം, ആ ഒരേ ഒരു ബോധ്യമാണ് നമ്മുടെ എല്ലാ ഭയങ്ങളെയും നീക്കി കളയുന്നത്. That one assurance, that one confidence is the only thing which will drive away all our fears. കണ്ടോ, അതുകൊണ്ട് ആ സങ്കീർത്തനം അവസാനിക്കുന്നത് വലിയ പ്രത്യാശയോടെയാണ്. അതിന്റെ 13-14 വാക്യങ്ങൾ നോക്കുക. So because of that, this psalm is ending with a lot of hope in verses 13 and 14. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. I would see the goodness of the Lord in the land of the living. Wait for the Lord, be strong, and let your heart take courage. Yes, wait for the Lord. അവിടെ അതിന്റെ അവസാനത്തെ വാക്യത്തിൽ പ്രത്യാശ എന്ന പദം നമ്മൾ 2 വട്ടം കാണുന്നുണ്ട്. In that verse, we see the phrase take courage 2 times being used. ഈ പ്രത്യാശ അല്ലെങ്കിൽ ഹോപ്പ്, ടേക്ക് കറേജ്, ആ വാക്യം, പ്രത്യാശ എന്ന് പറയുന്ന ആ വാക്ക്, പ്രതീക്ഷ എന്ന് പറയുന്ന ആ വാക്ക്, യഹോവയെങ്കിൽ പ്രതീക്ഷ വയ്ക്കുക, ഒടുവിലായിട്ട് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറയുന്ന ആ വാക്ക്, ആ പ്രതീക്ഷ അവിടെ ആവർത്തിച്ച് ദാവീദ് അയവിറക്കുന്നു. David is again chewing the cud by the 2 phrases, take hope, take courage in the Lord. 2 times we see in these 2 verses. പ്രിയപ്പെട്ടവരെ,
നമ്മള് ബൈബിളില് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അവിടെ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് 1 കൊരിന്ത്യർ 13:13 നമ്മളെ വായിക്കുന്നുണ്ട്. When we come to the New Testament, in 1 Corinthians chapter 13, verse 13, in our Christian life, there are 3 things that are important. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 എന്ന് പറഞ്ഞ് ആ 3-നെ 3ആയിട്ട് തന്നെ തരംതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. But now faith, hope and love, all these are being separated and told these 3 separate things are important. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ അല്ലെങ്കിൽ അന്ധകാരാവൃതമായ രംഗങ്ങളിൽ നമ്മൾ ഈ പ്രതീക്ഷ, ഹോപ്പ് അത് കൈവിടല്ലേ. അത് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കണം. സ്നേഹം കൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. Even in our darkest times or our discouraging moments, we must always make sure that we do not let go of hope, which will lead us into love. നമ്മൾ നോക്കുക, പ്രത്യാശ എന്ന് മലയാളത്തിൽ പറഞ്ഞിട്ടുള്ള ഹോപ്പ് എന്നുള്ള വാക്ക് വെറും ഒരു ശുഭപ്രതീക്ഷയല്ല. The word hope is not just a word which is trying to tell blindly that something good is going to come. അങ്ങനെയുള്ള പ്രതീക്ഷ ഈ ലോക മനുഷ്യർക്കും ഉണ്ട്. അവരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, എല്ലാം നന്മയ്ക്കായി തീരും, എല്ലാം ഗുണമായിട്ട് വരും എന്നൊക്കെ അവര് പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യാശയല്ല നമുക്കുള്ളത്. Even the people of this world tells everything will turn out to be good, everything will come out better. For us, it is not a blind, vague word that we use. നമ്മുടെ പ്രതീക്ഷ വയ്ക്കുന്നത് നമ്മുടെ തന്നെ ആഗ്രഹത്തിലല്ല, നമ്മിലല്ല, മറിച്ച് വലിയവനായ ദൈവത്തിലാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം, പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. For us, our hope is not kept on that good desire of ours, but it is kept on our great God who is with us. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശ എന്ന ആ ക്രിസ്തീയ പ്രയോഗത്തിന്റെ ഒരു നിർവചനം നമുക്ക് റോമർ 4:18 വായിക്കാനായിട്ട് കഴിയും. A definition of the word hope we can see in Romans chapter 4:18. 4:18 അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്ന് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Romans chapter 4 verses 18, we read like this: in hope against hope he believed, is what we see about Abraham. അബ്രഹാം, അവന് വാർദ്ധക്യമായി ഒരു കുഞ്ഞുണ്ടാകുമെന്നുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ ആശയ്ക്ക് വിരോധമായി ഉള്ള ഒരു ആശ, അതാണ് ക്രിസ്തീയ പ്രത്യാശ. Abraham has become old and his capacity to give birth to a child has all been lost, but we see Abraham had hope against hope. ആ ഒരു പ്രത്യാശ, ആ ഒരു പ്രതീക്ഷ, അത് നമ്മെ എന്തിലേക്ക് നയിക്കണം? വിശ്വാസത്തിലേക്ക് നയിക്കും, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിക്കും. And that hope that we have against hope should lead us to faith. ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ നിരാശാജനകമായ സാഹചര്യത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഈ രംഗത്ത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. Today, when we look at our circumstances which are discouraging and depressing, let us have hope against hope that will lead and build up to faith in our life. പ്രിയപ്പെട്ടവരെ, അത് അധിഷ്ഠിതമായിരിക്കുന്നത് നമ്മുടെ നല്ല ചില ചിന്തകളിലോ നമ്മുടെ തന്നെ ഉറപ്പിലോ അല്ല, മറിച്ച് നമുക്ക് പുറത്ത് വലിയവനായ ദൈവത്തിലാണ്.
That hope that we are having is not based on the good decisions or good desires that we have, but it is a hope in our God who is great and mighty. ഇന്ന് ചില പ്രോസ്പെരിറ്റി പ്രസംഗകരും പലരും ഒക്കെ പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ നിഷേധാത്മകമായിട്ടൊന്നും പറയരുത്, നമ്മൾ തന്നെ എനിക്ക് വിശ്വാസമുണ്ട് എന്നിങ്ങനെ നമ്മൾ ഉള്ളിൽ നിന്ന് കടഞ്ഞെടുക്കുന്ന എന്തോ ഒരു കാര്യമല്ല ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ പ്രതീക്ഷ എന്ന് പറയുന്നത്. മറിച്ച് നമുക്ക് പുറത്തുള്ള, നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള, നമ്മൾ ആശ്രയിക്കുന്ന വലിയവനായ ദൈവത്തെ നോക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രത്യാശയെന്നും വിശ്വാസമെന്നും പറയുന്നത്. Just like we hear in the prosperity gospel preachers where they are telling, don't tell negative things, you have to tell I have faith, and you keep confessing all those positive things. The hope and the faith that is referred over here is not something that is based on our inner effort, something that we are churning from within, but our hope is on a God who is out of us and who is mighty and who is great. കണ്ടോ, നമ്മൾ എബ്രായർ 11:6 നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തെ കുറിച്ച് അവിടെ ഒരു നിർവചനം നമ്മൾ കാണുന്നുണ്ട്. ദൈവമുണ്ടെന്നും ആ ദൈവം നമുക്ക് പ്രതിഫലം നൽകുമെന്നും നാം വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്നവിടെ പറയുന്നു. എബ്രായർ 11:6. In Hebrews 11:6 we see what is our faith on. For faith we must believe that he is, and that he is a rewarder of those who seek him. കണ്ടോ, ഇവിടെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്തെങ്കിലും വല്ല വിശ്വാസം, നമ്മൾ വലിയവനായ ദൈവത്തെ നോക്കി ദൈവമുണ്ട്, ദൈവം സഹായിക്കും എന്ന് കാണുന്നതാണ്, അംഗീകരിക്കുന്നതാണ്. അത്ര ലളിതമായ ഒരു കാര്യമാണ് വിശ്വാസം. So you see, faith is not something that we are springing out of our own self, but we are coming to an acknowledgement that there is a God and we are counting on him for bringing into pass what we believe and hope in him. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പ്രത്യാശയെ കുറിച്ചും വിശ്വാസത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ചിലർ പറയുന്ന ബ്രദറിനൊക്കെ അതൊക്കെ വിശ്വസിക്കാനൊക്കെ ആയിരിക്കും. ഞങ്ങള് പണ്ടേ കുടുംബപരമായിട്ട് ഞാനും അങ്ങനെ ഒത്തിരി വിശ്വസിക്കുന്ന ആളല്ല, എൻ്റെ അപ്പനും അല്ല, ഞങ്ങളുടെ വല്യപ്പനും ഒക്കെ ഞങ്ങള് പണ്ടേ ചില ഒരു സന്ദേഹവാദികളാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാനൊക്കെ വലിയ പ്രയാസമാണ്. എന്റെ ഹൃദയത്തിലോട്ട് നോക്കി എനിക്ക് അവിടെ നിന്നും വിശ്വാസം കാണാനൊക്കുന്നില്ല എന്നൊക്കെയാ ചിലർ പറയുന്നത്. Some people would comment like this, brother, it is very easy for you to have faith in God like this, but my father and my great grandfather, we always had that difficulty of having faith. Look into my own heart. You can't find, I'm not able to find faith within myself. Some people comment like this. സഹോദര, നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ അങ്ങനെ ചിന്തിച്ച് ഉത്പാദിപ്പിച്ചെടുക്കുന്ന ഒന്നല്ല വിശ്വാസം. Brother, you understand that faith is not something that you look into yourself and you create faith on your own. എബ്രായർ 11:6 നമ്മൾ കാണുന്നത് ദൈവമുണ്ട്, ദൈവം തക്ക സമയത്ത് എന്നെ സഹായിക്കും, എനിക്ക് പ്രതിഫലം നൽകും എന്ന കാര്യം ദൈവത്തെ നോക്കി ആ കാര്യം തിരിച്ചറിയുന്നതാണ്. അത്ര ലളിതമാണ് വിശ്വാസം എന്നാണ് അവിടെ ആ നിർവചനം പറയുന്നത്. This definition of faith that we see in Hebrews 11:6 is so simple that it is telling that you are acknowledging, yes, there is a God and that God will reward me and that God will hear me. That simple is faith. ഈ ദൈവത്തെ കാണുമ്പോ ഈ ദൈവത്തിന് ഒന്ന് നമ്മെ സഹായിക്കാൻ മനസ്സുണ്ടായിരിക്കണം, രണ്ട് നമ്മെ സഹായിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. When we tell of God, we should be having a God who has the strength to help me and who is able to hear me when I call upon him. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോ മർക്കോസിന്റെ സുവിശേഷം 9:22 നമ്മളൊരു കുഞ്ഞിനെ സൗഖ്യത്തിനായിട്ട് വന്ന ഒരു പിതാവ് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നിന്നെ കൊണ്ട് എന്തെങ്കിലും കഴിയുമെങ്കിൽ ഈ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കി തരണം.
അപ്പൊ കർത്താവെ, നിനക്കിതിന് കഴിയുമോ, നീ ഇതിന് ശക്തനാണോ? ആ കാര്യത്തെയാണ് മർക്കോസ് 9:22 ആ പിതാവ് അഡ്രസ് ചെയ്യുന്നത്. We see in Mark chapter 9 verse 22 a father who is asking, Lord Jesus, are you able to heal my child? That aspect of coming to God is what we see in this verse. എന്നാൽ ലൂക്കോസ് 5:22 ലൂക്കോസ് 5:22 ഒരു കുഷ്ഠരോഗി യേശുവിനോട് പറയുന്നത്, യേശുവേ, നിനക്ക് മനസ്സുണ്ടോ, എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ആ കാര്യമാണ് അവൻ അവിടെ ചോദിക്കുന്നത്. And the other thing that we see in Luke chapter 5 verse 22, the leper is asking, Lord, do you have a heart to heal me? That is what the leper is asking. Do you have a heart to help me? ഈ രണ്ടിടത്തും കർത്താവ് തനിക്കതിന് മനസ്സുണ്ടെന്നും തനിക്കതിന് കഴിവുണ്ടെന്നും കർത്താവ് വെളിപ്പെടുത്തി. And in both these circumstances, Jesus is telling to both these people that I am able to heal you and I want to help you. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമുക്കും ധൈര്യത്തോടെ കർത്താവിനെ നോക്കി ഇങ്ങനെ പറയാം, കർത്താവെ, പുതുവർഷത്തിന് എനിക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രയാസങ്ങളുടെയും എല്ലാ പ്രാതികൂല്യങ്ങളുടെയും എല്ലാ നിരാശാകരമായ സാഹചര്യങ്ങളുടെയും മുമ്പിൽ എന്നെ സഹായിപ്പാൻ നിനക്ക് കഴിവുമുണ്ട്, നിനക്കതിന് മനസ്സുമുണ്ട് എന്ന് ഞാൻ കാണുന്നു. ഇതാണ് വിശ്വാസം. So when we come into this new year, when we see all these difficulties and uncertainties, we can tell of Jesus that, Lord Jesus, I believe that you are able to, you have the strength and the capacity to help me, and that you have the mind also to help me in these times. I am coming to you like this. നമുക്ക് നമ്മളെ സഹായിക്കാനുള്ള കഴിവുമുണ്ട്, സഹായിക്കാനുള്ള മനസ്സുമുള്ള സർവശക്തനായ ഒരു ദൈവം നമ്മുടെ വലത്തു ഭാഗത്തുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നിരാശപ്പെടേണ്ടതായിട്ടുണ്ടോ, എന്തെങ്കിലും ഭയപ്പെടേണ്ടതായിട്ടുണ്ടോ? So really look at this in this way, this great and mighty God who has the ability to help us and who also has the willingness to help us. If you have a God at your right hand like this, is there any need for you to have fear in your life? ഇവിടെ ഈ കേരളത്തില് വളരെ പോലീസൊക്കെ വാഹനം ഓടിക്കുമ്പോ നിർദ്ദിഷ്ട സ്പീഡിൽ കൂടി പോയാലോ അല്ലെങ്കിൽ ട്രാഫിക് നിയമം പാലിച്ചില്ലെങ്കിലോ ഒക്കെ പെട്ടെന്ന് പിടികൂടി കേസുകൾ എടുക്കും. പക്ഷേ റോഡിൽ ഒരു നിയമവും പാലിക്കാതെ വണ്ടി ഓടിക്കുന്ന ചില ആളുകളെ എനിക്കറിയാം. Here in Kerala, when people will break the rules, the police will stop them and catch them. But I know of some other people who break the same rules on the same road. I know some people like that. ഓഫീസിലുള്ള അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനോട് ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചതുമൊക്കെ ഒരു രംഗം ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും പേടിക്കുകയില്ല, കാര്യം ഇവിടുത്തെ ജില്ലാ കളക്ടർ ആരാ? എന്റെ അളിയനാണ്. അങ്ങേര് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങേര് എന്നെ സഹായിക്കും. അയാൾ എന്റെ സ്വന്തം അളിയനാ, അയാൾ ജില്ലാ കളക്ടറുമാണ്. പിന്നെ എന്തിനാ ഞാൻ ഈ പോലീസുകാരനെ പേടിക്കുന്നു? I remember of one instance where I spoke to a young man who was flouting the laws like that. So his response was, do you know that the collector in this place is my own brother-in-law? And then why should I have fear? Because I know that he will lift me out of any problems that can come. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത് ഒരു നല്ല ഉദാഹരണമായിരിക്കണമെന്നില്ല. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജില്ലാ കളക്ടറെ പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ അവനെന്താ, അവന് നല്ല ധൈര്യമാണ്. ആരും എന്നെ ഒന്നും ചെയ്യാനുമില്ല, കാരണം എന്റെ അളിയനാണ് അദ്ദേഹം, അദ്ദേഹത്തിന് എന്നെ സഹായിപ്പാൻ മനസ്സുമുണ്ട്, സഹായിപ്പാനുള്ള കഴിവുമുണ്ട്. പിന്നെ ഞാൻ ആരെ പേടിക്കും, ആരെ ഭയപ്പെടും? ഈ നിലയിൽ ലോകമനുഷ്യർ പോലും പറയുമ്പോൾ
പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ എത്രയോ വലിയവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മെ സഹായിക്കും. അവിടുന്ന് അത് ചെയ്യാൻ മനസ്സുമുണ്ട്, അവിടത്തേക്ക് കഴിയുമുണ്ട്. I only used an example. Maybe it might not be a good example, but what I was trying to convey was a man of this world who is having this attitude that I have a brother-in-law who has the authority, who has the ability to protect me, and who has the willingness and the mind to save me from a trouble. If a worldly man could have such a confidence, why can't we, who have a heavenly God and a Father, have such a confidence in our God? കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നടന്ന ഒരു സംഭവം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. I would like to conclude by relating one incident that Jesus had with his disciples. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും മത്തായി 14-ലും യോഹന്നാൻ 6-ലും നമ്മൾ ആ സംഭവം കാണുന്നു. മർക്കോസ് 6, യോഹന്നാൻ 6, മത്തായി 14. Mark 6, John 6, and Matthew 16. In all these chapters, we see the same incident. Matthew 14, 22 to 33. Matthew 14, verses 22 to 33. പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം നമ്മൾ കാണുന്നത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാം എന്നവരെ നിർബന്ധിക്കുന്നു. We see in this passages that Jesus is insisting his disciples to go to the other shore. പക്ഷേ അവര് തന്നെ പടക് കയറി യാത്രയായി. പക്ഷേ തടാകത്തിലെ കാറ്റും കോളും ഉണ്ടായി. കാറ്റ് പ്രതികൂലമായി. അവരെ തണ്ടുവലിച്ചു വലഞ്ഞു. We see that the disciples are getting into the boat and they are going ahead of him, and in the midst of this journey the storm is coming and there is a difficulty in front of them. അവരെ അങ്ങനെ തനിയെ രാത്രിയുടെ 4-ാം യാമത്തിൽ തണ്ടു വലിച്ചു കുഴയുമ്പോൾ കർത്താവ് കടലിൻ മീതെ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നു. And when it was evening and they were alone, Jesus is coming in the 4th hour, walking towards them. കർത്താവ് അവരുടെ അടുത്തെത്തി ധൈര്യപ്പെടുകയും ഞാനാകുന്നു, ഭയപ്പെടണ്ട എന്ന് പറയുന്നു. And Jesus is telling, take courage, it is I, do not be afraid. പത്രോസ് കർത്താവിനോട് അപേക്ഷിച്ച് പത്രോസും അല്പനേരം വെള്ളത്തിന് മുകളിൽ നടക്കുന്നു. And we see Peter walking along on the water towards Jesus. അതിനുശേഷം പത്രോസും കർത്താവും പടകിൽ കയറി അവിടെ കാറ്റും കോളും എല്ലാം അടങ്ങി അവരെ പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കുന്നു. And Peter and Jesus is coming into the boat and the sea is coming to a standstill and his disciples are acknowledging that you are the Son of God. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. We all know this incident that happened in the life of Jesus. നമ്മള് പുതിയ 2022-ലേക്ക് വരാൻ പോകുന്ന വർഷത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ഈ രംഗത്ത് നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോഴും നമ്മൾ പറഞ്ഞ ഭയം, അതിനെ പുറന്തള്ളുന്ന പ്രത്യാശ, വിശ്വാസം ഇവയോട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങളോട് വളരെ വേഗത്തിൽ നോക്കി നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. As we come into this new year, in light of this incident of experiencing fear and overcoming it with hope and faith, let us think something on these lines. പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ടോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ടും 4-5 പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയും. Dear ones, even with regard to our Christian life, we can take some lessons from this passage. ദൈവമാണ്, കർത്താവാണ് ഇവരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചത്. നമ്മളെയും പുതുവർഷത്തിലേക്ക്, അനിശ്ചിതമായ ഒരു ഭാവിയിലേക്ക് കടത്തിവിടുന്നത് ദൈവം തന്നെയാണ്.
It was Jesus who pushed the disciples to go to the other shore, and it is God Himself who is also wanting us to go through the uncertain year that is ahead of us. ദൈവം നമ്മുടെ മുമ്പിൽ ഒരു പ്രവർത്തന മാർഗം വെച്ചിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഈ വഴി വെച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ്. അവിടുന്നാണ് നമ്മളോട് പറയുന്നത് മുന്നോട്ട് പോവുക, അക്കരയ്ക്ക് പോവുക എന്ന് പറയുന്നത്. It is God who has laid the way in front of us, and it is God who is telling us, go on to the other side of the shore. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞതുകൊണ്ട് പോകുന്ന വഴിയിലൊന്നും ഒരനർത്ഥവും ഉണ്ടാവുകയില്ല എന്നല്ല ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അവരിത് കർത്താവ് പറഞ്ഞിട്ട് അവർ അക്കരയ്ക്ക് പോയിട്ടും തടാകത്തിലെ കാറ്റും കോളും ഉണ്ടായി. The first lesson that we learn over here is, just because God has told us to go ahead, it does not mean that you will be free of storms and trials. But we see those were allowed by God in this passage. നോക്കുക, എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള പാത ദൈവം തന്നെയാണ് നമ്മളോട് പറഞ്ഞത് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞത്. പക്ഷെ മുന്നോട്ട് പോകാൻ ദൈവം പറയുമ്പോൾ മുൻപിലുള്ള പാത എപ്പോഴും സുഗമമാകണമെന്നില്ല, കാറ്റും കോളും ഉണ്ടാകാം. The path has been laid down by God, and there is no surety or there is no certainty that this path will be smooth and comfortable. മൂന്നാമത്, പ്രയാസം വരുമ്പോൾ മാനുഷികമായിട്ടുള്ള വിഷമങ്ങൾ വരാം. ശിഷ്യന്മാര് ഭയപ്പെട്ടു, ഭൂതം എന്ന് നിരൂപിച്ച് നിലവിളിച്ചു, അവനെ കണ്ട് ഭ്രമിച്ചു എന്നെല്ലാം നമ്മൾ വായിക്കും. The third thing that we see over here is the natural reactions of a human being can come and get expressed in this circumstance, that you will have fear and you will have all sorts of uncertainties being experienced. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, പക്ഷെ ആ പ്രശ്നത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ധൈര്യപ്പെടുകയും ഞാനാകുന്നു, ഭയപ്പെടണ്ട എന്ന് കർത്താവ് പറഞ്ഞ് ആ കാറ്റിന്റെയും കോളിന്റെയും വിഷമത്തിന്റെയും മധ്യത്തിൽ തന്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്നു. But in the midst of all these uncertainties, we can see Jesus is telling his disciples, take courage, it is I, do not be afraid. And he is putting still all the storms and the trials. നമ്മൾ അവിടെ നിന്ന് കാണുന്ന മറ്റൊരു കാര്യം, എല്ലാ പ്രശ്നത്തിനും, ഏത് പ്രശ്നത്തിനും ദൈവത്തിന് ഒരു പരിഹാരമുണ്ട്. ദൈവം, കർത്താവ് കണ്ടോ, പടകിൽ കയറി കാറ്റിനെയും കടലിനെയും ശാസിച്ചു, കാറ്റമർന്നു, വലിയ ശാന്തത വന്നു. ദൈവത്തിന് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. Another lesson that we see over here is, God has a solution to all our problems. Can't we see over here of how Jesus is coming into the boat, how he is stilling the storms and the waves? So what we need to understand is, God has a solution to all our problems. നമ്മൾ മറ്റൊരു കാര്യം ഇതിൽ നിന്ന് കാണുന്നത്, പ്രശ്നം ഗുരുതരമാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്ന ദൈവത്തിന് കൂടുതൽ മഹത്വം കൈവരുന്നുണ്ട്. അവരിതാ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ അതുവരെ ഇല്ലാത്ത അളവിൽ വിശ്വസിക്കുന്നു, അവനെ നമസ്കരിക്കുന്നു. Another lesson that we learn in this passage is that God will, when the problems become really sore and more blown up, God will find a solution in such a way that he will get more and a greater glory. And like these disciples, we will also bow down and acknowledge that you are the Son of God. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് വളരെ വേഗത്തിൽ ഇങ്ങനെ സംക്ഷേപിക്കുന്നു. ദൈവമാണ് നമ്മുടെ മുമ്പിൽ ഒരു പ്രവർത്തന മാർഗം വെച്ചിരിക്കുന്നത്. To conclude, I would like to tell, it is God who has made a path before us. ദൈവം വെച്ചു എന്നുള്ളത് കൊണ്ട് എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള പാത സുഗമമാകണമെന്നില്ല. The second thing is, just because it is God who laid that path before us, there is no surety that it will be a bed of sweet roses.
അടുത്തത് നമ്മൾ കണ്ടത് പ്രയാസങ്ങൾ വരുമ്പോൾ മാനുഷികമായിട്ട് നമുക്ക് ചിലപ്പോൾ പരിഭ്രമം വരാം. പക്ഷെ അതിനപ്പുറത്ത് ദൈവത്തില് വിശ്വസിക്കുക, ദൈവം നമ്മെ സഹായിക്കും എന്ന് ഉറയ്ക്കുക. When we see these problems coming our way, naturally we can experience fear and doubt, but beyond that we must see that God is able and take shelter in God. കാറ്റും കടലും എത്രത്തോളം രൂക്ഷമായിട്ട് പെരുമാറിയാലും ദൈവത്തിന് എല്ലാത്തിനും ഒരു പരിഹാരമാർഗമുണ്ട് എന്ന് വിശ്വസിക്കുക. Have the faith that even if the problems or the trials that you face become so fierce, have the faith that God has a solution for every problem that you're facing. സഹോദര സഹോദരി, നീ കടന്നു പോകുന്ന ഏത് പരിതസ്ഥിതിയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവ് പറയുന്നു, ധൈര്യപ്പെടുകയും ഞാനാകുന്നു, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് കർത്താവ് ആശ്വസിപ്പിക്കുന്നു. Dear brother and dear sister, experience that the presence of the Lord is there beside you in the midst of all your troubles and trials. And hear this verse, take courage, it is I, do not be afraid. പ്രശ്നം ഗുരുതരമാകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കൂടുതൽ വെളിപ്പെടും. നമുക്ക് ഇതേവരെ ഇല്ലാത്ത ഒരളവിൽ ദൈവത്തെ വിശ്വസിക്കാനായിട്ട് കഴിയും. When the problems become very fierce, God will solve that problem in such a way that he gets a very great glory for his name. അതുകൊണ്ട് 2022 പടിവാതിക്കലെത്തി നിൽക്കുന്ന നമുക്ക് നമ്മളോട് തന്നെ പറയാം, ഭയപ്പെടണ്ട, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. So we who are standing at the entrance of 2022, let us tell to ourselves, take courage, do not be afraid. 27-ാം സങ്കീർത്തനത്തിലെ ദാവീദിനുണ്ടായതുപോലെ യുദ്ധങ്ങൾ വരാം, അനർത്ഥ ദിവസങ്ങൾ വരാം, അപ്പനും അമ്മയെ ഉപേക്ഷിക്കുന്ന രംഗങ്ങൾ വരാം. അതൊക്കെ യാഥാർത്ഥ്യമായിട്ട് നടന്നു എന്ന് വരാം. Like David, we saw in Psalms 27, even though an enemy can encamp against you, your parents can desert you, or any uncertainty can come in front of you. പക്ഷേ ദൈവം യഥാസമയം നമ്മെ തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കുകയും യഥാസമയം പാറമേൽ ഉയർത്തുകയും അങ്ങനെ നമ്മളെ അവിടുത്തെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. So let us keep our hope in that God who knows the right time when he has to shelter us, who knows the right time when he has to lift us up on a rock, who knows the time when he has to lead us. ഈ വലിയവനായ ദൈവത്തിൽ നമ്മുടെ പ്രത്യാശയും വിശ്വാസവും വയ്ക്കാം. Let us keep our faith in this great God of ours. വിശ്വസിക്കുന്ന മനുഷ്യന് ഒന്നും അസാധ്യമായിട്ടില്ല. A man who has faith, to him nothing is impossible. വലിയവനായ ദൈവത്തിനും അസാധ്യമായിട്ടൊന്നുമില്ല. And our great God, to him nothing is impossible. ദൈവത്തിന് നമ്മെ സഹായിപ്പാൻ മനസ്സുമുണ്ട്, അവിടത്തേക്ക് അതിന് ശക്തിയുമുണ്ട്. God has the strength and the ability to help us, and he also has a big mind to help us. അതുകൊണ്ട് ഭയം വെടിഞ്ഞ് നമുക്ക് 27-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. So let us shed all fear from our life and read this last verse of Psalms 27 one more time. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Wait for the Lord, be strong, and let your heart take courage. Yes, wait for the Lord. May our hearts be strengthened by these words. Thank you. Thank you.